ന്യൂസ് 18 ഒരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് അടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വിജയ സാധ്യതയുള്ള മണ്ഡലം തേടുകയാണ്. വട്ടിയൂർക്കാവിലോ നേമത്തോ കെ മുരളീധരൻ മത്സരിക്കില്ല. മുസ്ലിം ലീഗ് കോൺഗ്രസുമായി സീറ്റ് വെച്ചു മാറുകയാണെങ്കിൽ ഗുരുവായൂർ സീറ്റാണ് ആലോചനയിൽ. ഗുരുവായൂർ സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. കൊയിലാണ്ടി സീറ്റും കെ മുരളീധരൻ പരിഗണിക്കുന്നുണ്ട്. നിർണായകമായ ഈ വാർത്തയാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിച്ചേക്കും ഇത്തവണ എന്നുള്ള സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. വട്ടിയൂർക്കാവിലും നേമത്തും കെ മുരളീധരൻ ഉണ്ടാവുകയില്ല. പകരം സീറ്റ് പരിഗണിക്കുകയാണ്. തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുകയാണ് കെ മുരളീധരൻ. അത് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം വട്ടിയൂർക്കാവിലെ ഷുവർ സീറ്റ് വിട്ടുകൊടുത്ത ആളാണ് എന്നുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് മനോവിഷമവും ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് കൂടിയാണ് ഒരു ഷുവർ സീറ്റിലേക്ക് കെ മുരളീധരൻ പോകുന്നത്. പാർട്ടിയും ഇത് വലിയ രീതിയിൽ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണ് വിജയ സാധ്യതയുള്ള മണ്ഡലം തേടി ഗുരുവായൂരിലേക്ക് പോകുവാനുള്ള സാധ്യത തേടുന്നത്. അങ്ങനെ മുസ്ലിം ലീഗുമായി ചർച്ചകൾ ഇതേക്കുറിച്ച് നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യനുണ്ട്, ഒപ്പം MS അനീഷ് കുമാറുമുണ്ട്. ഡാൻ, ഇത് വട്ടിയൂർക്കാവ് ഇപ്പോൾ ഒരു ഷുവർ സീറ്റ് അല്ല കെ മുരളീധരന്, അങ്ങനെ ഒരു ബോധ്യമുണ്ടല്ലോ. കാരണം അവിടെ BJPക്ക് കൂടി അവിടെ സാധ്യതയുള്ള ഒരു സീറ്റിലാണ് കെ മുരളീധരൻ തുടർച്ചയായിട്ട് ജയിച്ചത്. പക്ഷേ 2019 വട്ടിയൂർക്കാവ് വിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വടകരയിലേക്ക് പോയതോടുകൂടി വട്ടിയൂർക്കാവുമായുള്ള ബന്ധം കുറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഇടതുപക്ഷത്തിന്റെ MLA പ്രശാന്ത് വന്നതോടുകൂടി ആ സാധ്യത അടയുന്നു. അദ്ദേഹം ജനപ്രിയനായി മാറുന്നു പ്രശാന്ത്. അതുകൊണ്ട് അങ്ങനെ ഒരു നേർക്കുനേർ പോരാട്ടത്തിന് ഇനി കെ മുരളീധരൻ ഒരുക്കമല്ല എന്നല്ലേ? ഇത് കൃത്യമാണല്ലോ. വട്ടിയൂർക്കാവ് വിടുകയാണ് കെ മുരളീധരൻ, അല്ലേ? ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക്, അതായത് ഇത്തരമൊരു ചിന്തയിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തെയും കെ മുരളീധരനെയും എത്തിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി കൃത്യമായി കെ മുരളീധരനെ വെച്ചുകൊണ്ട് BJPക്കെതിരെ ഒരു പ്രതിരോധം തീർക്കുകയായിരുന്നു. അതായത് 2021 വലിയ തരത്തിൽ ഇടതുപക്ഷം നടത്തിയിരുന്ന പ്രചരണം കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും തമ്മിൽ ഒത്തുകളി നടക്കുന്നു, CPMനെ പരാജയപ്പെടുത്താൻ എന്ന തരത്തിലായിരുന്നു. അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ നേമത്ത് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലൂടെ പാർട്ടിക്ക് കഴിഞ്ഞു. അതായത് കെ മുരളീധരനെ മുമ്പിൽ നിർത്തി BJPയെയും CPMനെയും ഒരുപോലെ തങ്ങൾ നേരിടുകയാണെന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. പക്ഷേ അവിടെ നഷ്ടം സംഭവിച്ചത് കെ മുരളീധരനാണ്. സമാനമായ തരത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടി സജ്ജമാകുന്നതിനിടയിലാണ് കെ കരുണാകരൻ്റെ മകൾ കെ മുരളീധരൻ്റെ സഹോദരി കൂടിയായ പത്മജ വേണുഗോപാൽ പാർട്ടി വിടുകയും കോൺഗ്രസിന് അത് വലിയ തരത്തിൽ ഡിഫൻസീവിൽ ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരേ ഒരു തീരുമാനം തൃശ്ശൂരിൽ കെ മുരളീധരനെ വടകര എന്ന സുരക്ഷിത സ്ഥലത്ത് നിന്ന് കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നു. അങ്ങനെയാണ് തൃശ്ശൂരിൽ കെ മുരളീധരനെ വെച്ച് കോൺഗ്രസ് വീണ്ടും ഒരു പരീക്ഷണം നടത്തുന്നത്. അങ്ങനെ കേരളത്തിലെ മറ്റെല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും അത് കോൺഗ്രസിന് അനുകൂല ഘടകമായി മാറിയപ്പോൾ തൃശ്ശൂരിൽ കെ മുരളീധരന് വീണ്ടും സമാനമായ തിരിച്ചടിയുണ്ടാകുന്നു. അങ്ങനെ 2 തവണ പാർട്ടിക്ക് വേണ്ടി തൻ്റെ സുരക്ഷിതമായ മണ്ഡലങ്ങൾ ബലി കൊടുക്കേണ്ടി വന്നു കെ മുരളീധരന്. അതുകൊണ്ടാണ് കെ മുരളീധരനെ കൃത്യമായി പാർട്ടി ഇത്തവണ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് പരിഗണിക്കാനുള്ള ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം നേരത്തെ മത്സരിച്ച വട്ടിയൂർക്കാവോ നേമമോ ഈ 2 സ്ഥലങ്ങളിൽ കെ മുരളീധരനെ പരിഗണിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. നേമത്ത് അന്ന് BJP സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് വഴിവെച്ചത് കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ മുരളീധരൻ വീണ്ടും നേമത്ത് നിന്നോ വട്ടിയൂർക്കാവിൽ നിന്നോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായാൽ BJP വോട്ടുകൾ കെ മുരളീധരനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി CPMന് മാറി ചെയ്യും എന്ന ഒരു ആശങ്ക, അങ്ങനെ ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. കെ മുരളീധരനും സമാനമായ ചിന്താഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മറ്റൊരു സുരക്ഷിതമായ മണ്ഡലം തേടുന്നത്. പക്ഷേ വട്ടിയൂർക്കാവിൽ അദ്ദേഹം കുറെ നാളുകൾ സജീവമായിരുന്നുവല്ലോ. തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം അദ്ദേഹം പൂർണ്ണമായും വട്ടിയൂർക്കാവിലായിരുന്നു. അദ്ദേഹം താമസിച്ചതും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ തന്നെയാണ്. തുടർച്ചയായിട്ട് വട്ടിയൂർക്കാവിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നുമുണ്ടായിരുന്നു. ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു തോൽവിക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യമായത്? അടുത്ത സമയം വരെ അദ്ദേഹം വട്ടിയൂർക്കാവിൽ സജീവമായിരുന്നു. തോൽവിക്ക് സാധ്യത എന്നതല്ല, അവിടുത്തെ മത്സരം പ്രവചനാതീതമായി മാറും എന്നതാണ് വിലയിരുത്തൽ. തോൽക്കുമെന്നൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി നേതൃത്വമൊന്നും ഒരിക്കലും കടന്നിട്ടില്ല. മാത്രമല്ല, തലസ്ഥാനത്തെ മുൻപ് എപ്പോഴത്തേക്കാളും
വളരെ സജീവമാണ് കെ മുരളീധരൻ. എല്ലാ പാർട്ടി പരിപാടികളിലും ഉദ്ഘാടന വേദികളിൽ ഇപ്പോൾ കെ മുരളീധരൻ സജീവമായി പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് പല ജനകീയ പ്രശ്നങ്ങൾക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ മുൻപിൽ നിന്ന് പല പ്രതിഷേധ പരിപാടികളും ഉദ്ഘാടനം ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ ജില്ലയിലുടനീളം സജീവമായി തന്നെയാണ് കെ മുരളീധരൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ കെ മുരളീധരൻ ഉണ്ടാകില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സർപ്രൈസ് മണ്ഡലം കെ മുരളീധരന് വേണ്ടി പരിഗണിക്കപ്പെടുമോ? അതല്ല എങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥലം നിലവിൽ ലീഗ് മത്സരിച്ചുകൊണ്ടിരുന്ന തൃശ്ശൂരിൻ്റെ ഭാഗമായ ഗുരുവായൂരാണ്. അവിടെ നിലവിൽ NK അക്ബർ LDFിൻ്റെ പ്രതിനിധിയാണ് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ തുടർച്ചയായിട്ട് CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് ഗുരുവായൂർ. മണ്ഡല പുനർനിർണയത്തിന് ശേഷം, മണ്ഡല പുനർനിർണയത്തിന് മുൻപാണ് മുസ്ലിം ലീഗിന് അവിടെ MLA ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇല്ല. കഴിഞ്ഞ തവണ KNA ഖാദർ പരാജയപ്പെട്ടത് 18,000-ഓളം വോട്ടുകൾക്കാണ് ഗുരുവായൂരിൽ. അപ്പോൾ അതെങ്ങനെ ഒരു സുരക്ഷിത മണ്ഡലമായി മാറും? അതായത് ഗുരുവായൂർ പരിഗണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ 30% താഴെ മാത്രമേ ഈ BJP ഹിന്ദു വോട്ടുകൾ എത്തുകയുള്ളൂ. ബാക്കി മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകളാണ്. കെ മുരളീധരനെ മുമ്പിൽ നിർത്തിയാൽ ആ BJP വോട്ടുകളിൽ സ്പ്ലിറ്റ് സംഭവിച്ചത് മാറിപ്പോയാലും ബാക്കിയുള്ള 70% നിന്ന് മുരളീധരന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകും. അതായത് മുസ്ലിം വോട്ടുകൾ കൃത്യമായി കെ മുരളീധരന് അനുകൂലമായി പോൾ ചെയ്യപ്പെടും എന്നൊരു വിലയിരുത്തലിലാണ് ഇങ്ങനെയൊരു കൂടിയാലോചന നടക്കുന്നത്. പക്ഷേ ഒരു തീരുമാനത്തിലേക്കും ഇതുവരെ പാർട്ടി അന്തിമമായി എത്തിയിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തടസ്സമായി മാറുന്ന കാര്യം കെ മുരളീധരൻ്റെ മനസ്സിൽ മറ്റൊരു സർപ്രൈസ് മണ്ഡലം ഉണ്ട് എന്ന ചിന്താഗതിയാണ്. അതേതാണ് എന്ന കാര്യത്തിൽ അദ്ദേഹം ആരോടും മനസ്സ് തുറന്നിട്ടില്ല. ആ കാര്യം അദ്ദേഹം നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി, ഇതാണ്. അപ്പോൾ മറ്റൊരു മണ്ഡലം കൂടി തേടുന്നത് കൊയിലാണ്ടി ആണ് എന്നാണല്ലോ, കോഴിക്കോട് ജില്ലയിലെ. MS അനീഷ് കുമാർ, അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? മഞ്ജുഷ്, വലിയ സാധ്യതയാണ്. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഒരു മണ്ഡലം മുരളീധരൻ ആവശ്യപ്പെടാനുള്ള സാധ്യതകൾ ഒരുപാട് ഉണ്ട്. കാരണം അദ്ദേഹം വടകരയിലെ MP ആയിരുന്നു. കോഴിക്കോട് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സജീവമായി നിന്ന ആളുമായിരുന്നു. ഇതിനുശേഷമാണ് തൃശ്ശൂർ ജില്ലാ മത്സരത്തിനായി പാർട്ടി പറഞ്ഞതനുസരിച്ച് പോയത്. ഒപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നടക്കുന്ന വേളയിൽ ആദ്യം ശൈലജ ടീച്ചറായിരുന്നു മത്സരരംഗത്തിലുണ്ടായിരുന്നത്. അന്ന് തന്നെ ശൈലജ ടീച്ചറുടെ ഒരു പ്രഭാവത്തിൽ ഒരു മങ്ങൽ വരുമോ എന്നൊക്കെയുള്ള ആശങ്കയും കെ മുരളീധരൻ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ആ പാർട്ടി ഈ പത്മജയുടെ ഒഴിവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പത്മജ BJPയിലേക്ക് പോയപ്പോൾ തൃശ്ശൂർ മത്സരിക്കാൻ പറയുകയും അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് ശക്തമായ വേരുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ കെ മുരളീധരനുള്ളത് കോഴിക്കോടാണ്. ഇവിടുത്തെ അണികൾക്കിടയിലും ഒപ്പം മറ്റു നേതാക്കൾക്കിടയിലുമൊക്കെ ഒരു വ്യക്തമായ ഒരു നേതൃസ്ഥാനം കെ മുരളീധരന് നൽകുന്നുമുണ്ട്. പക്ഷേ കൊയിലാണ്ടി നേരത്തെ തന്നെ DCC അധ്യക്ഷനായിരുന്ന K പ്രവീൺകുമാർ മത്സരിക്കാനായി പാർട്ടിയോട് ചോദിച്ച് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വലിയ തോതിൽ കെട്ടിപ്പടുക്കുന്നതിന് പ്രവീണിനായി പുതിയൊരു ആസ്ഥാന മന്ദിരം ഗംഭീരമായി നിർമ്മിക്കുന്നതിനായി